സ്കിൻ കണ്ടീഷൻസ് ഒരുപാടുണ്ട്. നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത പലതരം കണ്ടീഷൻസ് ഉണ്ട്. അതിലൊരു കണ്ടീഷനെ കുറിച്ചാണ് ഇന്ന് ഡോക്ടർ സംസാരിക്കുന്നത്. ഇത് ഡോക്ടർ ശ്രീനാഥ്, ആയുർമന ആയുർവേദിക് സെൻറ്റർ അജ്മാനിലെ ഡോക്ടറാണ്. ഡോക്ടർ എൻ്റെ അടുത്ത് ആ പറഞ്ഞ പേര് തന്നെ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. നമ്മൾ പലപ്പോഴും സോറിയാസിസ് പോലുള്ള അസുഖങ്ങളെ കുറിച്ച് കേട്ടിട്ടുള്ളൂ, പക്ഷെ ഇത് വളരെ ഡിഫറെൻ്റ് ആണ് അല്ലേ? ലൈക്കൻ പ്ലാനസ് എന്നാണ് ഇതിൻ്റെ പേര്. ലൈക്കൻ പ്ലാനസ്. ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനാണ്. നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റം ശരീരത്തിനെതിരെ തന്നെ പ്രവർത്തിക്കുന്ന ഒരു കണ്ടീഷനാണ്. മിക്കവാറും ഉള്ളവർക്ക് ചൊറിച്ചിലുണ്ടാകും, കയ്യിൽ റാഷസ് പോലെ ഉണ്ടാകും, ചെറിയ ഈ കൊതു കടിച്ചിട്ട് ചെറിയ തണുപ്പ് പോലെ ഉണ്ടാകുന്നത് പോലെയാണ് ഇതിന് വരിക. ആ തണുപ്പ് പോലെ വരുന്നത് ഒരു പാച്ച് പോലെയും ഫോമായി വരാറുണ്ട്. നമുക്ക് തലയിൽ വരാം, സ്കിന്നിൽ, ബോഡിയിൽ എവിടെ വേണമെങ്കിലും വരാം. അതേപോലെ വായ്ക്കകത്ത് വരാം, അതിന് ഓറൽ ലൈക്കൻ പ്ലാനസ് എന്ന് പറയും. അതേപോലെ തന്നെ നെയിൽസിൽ വരാം, പിന്നെ നമ്മുടെ ജനൈറ്റൽ ഏരിയ, അതായത് ഗുഹ്യഭാഗങ്ങളിലും ഒക്കെ വരാം. മെയിനായിട്ടും ഇത് ഇച്ചിങ് ആണ് ഇതിൻ്റെ ഒരു ലക്ഷണമെങ്കിലും അതിനോട് ചേർന്ന് തന്നെ വേദന ഉണ്ടാകുന്നവരുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ ഇത് പരിപൂർണമായിട്ട് ചികിത്സിച്ച് ഭേദമാക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. പക്ഷേ നമ്മുടെ ഇതിന് ഉണ്ടാകുന്ന ലക്ഷണങ്ങളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്ത് പ്രോപ്പറായിട്ട് ചികിത്സിച്ച് ഒരു ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇതിനുള്ള ചികിത്സ എന്ന് പറയുന്നത് നമ്മൾ ആയുർവേദത്തിൽ പഞ്ചകർമ്മ ചികിത്സയാണ്. പഞ്ചകർമ്മ എന്ന് പറയുന്നത് മസാജ് ചെയ്യുക അല്ലെങ്കിൽ കിഴി ചെയ്യുക എന്നുള്ളതല്ല പഞ്ചകർമ്മ ചികിത്സ. ദേഹശുദ്ധീകരണ ചികിത്സകൾ, അതായത് നമ്മൾ ഛർദ്ദിപ്പിക്കുന്ന ചികിത്സ അല്ലെങ്കിൽ വയറിളക്കുന്നത്, എനിമ, അങ്ങനെയുള്ള ചികിത്സകൾക്കാണ് ഈ പഞ്ചകർമ്മ എന്ന് പറയുന്നത്. അതിൽ ഈ പഞ്ചകർമ്മ ചികിത്സയാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ ശരീരം ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക എന്നുള്ളതും ഇതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഈ പഞ്ചകർമ്മ ചികിത്സകൾ എടുക്കുന്നതോടൊപ്പം തന്നെ സ്കിന്ന് ഹൈഡ്രേറ്റഡ് ആക്കി വെക്കാനും ഒക്കെയുള്ള ഒരു മെഷേഴ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് നല്ലൊരു രീതിയിൽ കൺട്രോൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഈ കണ്ടീഷന് വേണ്ടുന്ന എല്ലാ ചികിത്സകളും ഇവിടെ ആയുർമനയിൽ അവൈലബിൾ ആണ്.